റിയൽ ലൈഫിൽ ലേന ഏതെങ്കിലും യങ് പയ്യൻ ലൈൻ അടിക്കാൻ നോക്കിയിട്ടുണ്ടോ? യങ് പയ്യന്മാര് മുഴുവനും എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തിന് റിലീസിന് ശേഷമാണ് എനിക്ക് ആ ഒരു സ്റ്റാറ്റസ് കിട്ടിയത്. അതുവരെ എന്നെ ഒരു പക്വതയുള്ള ഒരു വളരെ മെച്യൂർ ലേഡി ആയിട്ടാണ് കണ്ടിരുന്നത്. ഇതിലെ ഈ ടോം ബോയ്ഷ് ലുക്കിന് ശേഷം ഒരു രക്ഷയില്ല. എന്റെ ഫാൻ ഫോളോയിങ് കംപ്ലീറ്റ്ലി മറിഞ്ഞ്. ഞാൻ ഫാൻ ഫോളോയിങ്ങിനെ കുറിച്ചല്ല ചോദിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത് ലൈൻ അടിക്കാറുണ്ടോ എന്നാണ്. ചേച്ചി എന്ന് വിളിച്ച് ലൈൻ അടിക്കാറുണ്ടോ? ചേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി നമുക്കൊരു ഡ്രൈവിന് പോകാം. ഏത് പയ്യൻ അങ്ങനെ ചോദിച്ചേ? അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് മുഴുവനാണ് എന്നെ കഴിഞ്ഞ ദിവസം ഒരു കടയുടെ ഇനോഗ്രേഷന് ഞാൻ ചെന്നപ്പോ എന്നെ വളഞ്ഞത്. കുറച്ചു നേരത്തേക്കൊക്കെ അറ്റൻഷൻ കൊള്ളാം. അത് കഴിഞ്ഞപ്പോ ഞാൻ ഇറങ്ങി ഓടി കാറിൽ കയറി. ഏതെങ്കിലും പയ്യൻ ഇതുപോലെ ബ്ലാങ്ക് കോൾ തന്നുണ്ടോ, മിസ് കോൾ തന്നുണ്ടോ, വിളിച്ച് സംസാരിച്ചു? ഒരുപാട്. ഹൗസ് ഇറ്റ് എങ്ങനെയാണത്? ഇറ്റ്സ് സംടൈംസ് വെരി ഇറിറ്റേറ്റിംഗ്. മിക്കപ്പോഴും ഈ യങ്സ്റ്റേഴ്സിന്റെ എനർജി ലെവൽസ് കൂടുന്നത് ഒരു 12 മണിക്ക് ശേഷമാണ്. രാത്രിയില് 12 മണിക്കും 3 മണിക്ക് ഇടയ്ക്കുള്ള ഈ മിസ്ഡ് കോൾസ് അല്ല, മിസ്ഡ് കോൾ ആണെങ്കിൽ പൊയ്ക്കോട്ടെ, ഇതിങ്ങനെ റിങ് ചെയ്തോണ്ടിരിക്കും. ആ ഗാന്ധർവ മുഹൂർത്തത്തിൽ. അതാണ് ആ ഗാന്ധർവ മുഹൂർത്തത്തിലുള്ള കോൾസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഫോൺ 10 മണിക്ക് ശേഷം സൈലന്റിലാണ്. സീരിയസ് ബ്ലാങ്ക് കോൾസ് വന്നിട്ടുണ്ടോ? അതായത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എപ്പോ? റീസെന്റ്, ഈ അടുത്ത കാലത്ത്. എപ്പോ? ഐ മീൻ വാട്ട് ഈസ് ദ സ്റ്റോറി? ഒന്നുമില്ല, നമ്മളെ വെറുതെ വിളിച്ചോണ്ടിരിക്കുക. ഞാൻ വളരെ മാന്യമായിട്ട് യൂഷ്വലി പറയാറുണ്ട്, സി ഇറ്റ്സ് ബിക്കമിങ് എ ന്യൂസൻസ്, നിങ്ങൾ ഇനി ഇങ്ങോട്ട് വിളിക്കരുത്. അപ്പൊ വീണ്ടും വിളിക്കുക, ഒരു ചാലഞ്ച് പോലെ. അപ്പൊ ഞാൻ പറയും, ഇനി വിളിച്ചാൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് വിളിക്കാതിരുന്നിട്ട് പിന്നെ വീണ്ടും വിളിക്കുക. വീണ്ടും ഇത് ശല്യമാകുമ്പോൾ നമ്മൾ റിയലി ഹൈടെക് സെല്ലിലേക്ക് വിളിച്ച്. അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടായോ? കോൾസ് നിന്നു. എന്തുകൊണ്ട്, എന്ത് സംഭവിച്ചിട്ടാ നിന്നതെന്ന് എനിക്കറിയില്ല. പോലീസ് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്തില്ലേ? ഇല്ല, ജസ്റ്റ് കോൾ മീ ഓൺ ദ ഫോൺ, ഓക്കെ ആണെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നോട് പറയുന്ന എത്രയോ ഫാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ താങ്ക് യു വെരി മച്ച്, അതൊരു കോംപ്ലിമെന്റ് ആണ്, ഭയങ്കര ഇഷ്ടമാണ്, ഗുഡ്, നൈസ്. പക്ഷെ ആ ഇഷ്ടം വെച്ചിട്ട് എന്നെ ശല്യം ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ ആഫ്റ്റർ എ പോയിന്റ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയും, നമ്മളന്ന് സംസാരിച്ചു, നിങ്ങൾ വിളിച്ചു, ഞാൻ സംസാരിച്ചു, ഇനി ഒന്നും പറയാനില്ല. അപ്പൊ ദയവ് ചെയ്ത് അടുത്ത പടം കണ്ടിട്ട് അതിന്റെ റെസ്പോൺസ് പറയാനുള്ളപ്പോ വിളിച്ചോളൂ. അല്ലാതെ എല്ലാ ദിവസവും വിളിച്ച് എനിക്ക് ഇഷ്ടമാണെന്ന് പറയേണ്ട കാര്യമില്ല. ലൈഫിൽ എപ്പോഴെങ്കിലും നൈറ്റ് കോൾ പ്രണയം നടത്തിയിട്ടുണ്ടോ? അയ്യോ, അതേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, വീട്ടില് ആ സമയത്ത് മൊബൈൽ ഫോൺ ഇല്ല, ലാൻഡ് ഫോൺ. അച്ഛനും അമ്മയും അപ്പുറത്തെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നു, ഞാൻ എന്റെ അനിയത്തിയും ഇപ്പുറത്തെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നു, ഇടയിലാണ് ലാൻഡ് ഫോൺ. ഈ ലാൻഡ് ഫോണിനെ നമ്മൾ അവിടുന്ന് എടുത്ത് വലിച്ചു കൊണ്ടുപോയി അതിന്റെ കേബിളൊക്കെ വലിച്ചു കൊണ്ടുപോയി നമ്മുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി ഡോറൊക്കെ അടച്ചിട്ട് അതിന്റെ ഉള്ളില് ഹലോ എല്ലാവരും ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ ബാക്കിയൊക്കെ പറഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് എന്നെ തല്ലും. എന്താ വെച്ചാ ഈ ഹസ്ബൻഡിനോട് തന്നെയാണ് അത് സംസാരിച്ചോണ്ടിരുന്നത് സ്കൂളിൽ. അനിയത്തി കേൾക്കും. അവൾ അതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിലെ പ്രണയിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ പഠിച്ചു. ഈ ഫോണിൽ ഉമ്മ കൊടുക്കുന്നൊക്കെ അനിയത്തി കേട്ടിട്ടുണ്ടാവൂലേ? അവള് പക്ഷെ ആ സമയത്തൊക്കെ ഉറങ്ങുന്ന പോലെ അഭിനയിക്കാറുണ്ട്. സ്ത്രീകൾ രഹസ്യം സൂക്ഷിക്കാൻ മിടുക്കരാണോ? സത്യം പറഞ്ഞു. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ആണുങ്ങളെക്കാളും നന്നായിട്ട് സ്ത്രീകൾക്ക് സീക്രട്സ് കീപ്പ് ചെയ്യാൻ അറിയാം. ആക്ച്വലി പെൺകുട്ടികൾക്ക് ആരോടും പറയാത്ത രഹസ്യം ഉണ്ടാവോ? റിയൽ ലൈഫ് പാർട്ട്ണർക്ക് പോലും പറയാത്ത ഒരു രഹസ്യം എല്ലാ പെണ്ണിന്റെ മനസ്സിലുണ്ടാവും. ശരിയാണോ? മിക്ക സ്ത്രീകൾക്കും ഉണ്ടാവും. ബിക്കോസ് ജനറലി ആണുങ്ങൾക്ക് കുറേം കൂടെ ഫ്രീഡം ഉണ്ട്. അവർക്ക് അവരുടെ ലൈഫിൽ എക്സ്പ്രസ് ചെയ്യാനല്ല, അവരുടെ ലൈഫില് കാണിക്കാവുന്ന തോന്നിയാസത്തിന്റെ പരിധി കുറേം കൂടെ വലുതാണ്. പെൺകുട്ടികൾക്ക് അത് കുറവാണ്. പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറി കുറച്ചും കൂടി ചെറുതാണ് പെണ്ണുങ്ങൾക്ക്. അപ്പൊ പക്ഷെ ആണുങ്ങളും പെണ്ണുങ്ങളായാലും എല്ലാം മനുഷ്യര് തന്നെ. മനുഷ്യര് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ ആയിരിക്കും. പക്ഷെ ആണുങ്ങൾക്ക് കുറേയും കൂടെ ഈ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പക്ഷെ അതേ ബൗണ്ടറിക്കുള്ളിൽ നിന്ന് ചെയ്തത് ഈ അവരുടെ ബൗണ്ടറിക്കുള്ളിൽ പറയാൻ പറ്റുള്ളൂ. അപ്പൊ പെൺകുട്ടികൾ മറ്റു പലതും ചെയ്തിട്ടുണ്ടാകും, അത് പുറത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ല, പറയാൻ പറ്റില്ല.